when you walk, describe the road. Oh, there is a lot of crowd today. What happened? There is a lot of crowd. In the traffic, there seems to be a traffic jam. Something is, ഇന്നെന്തോ വിശേഷം ഉണ്ട് തോന്നുന്നു. There is something special today. എന്തോ വിശേഷം ഉണ്ട് ഇന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ദ ബസ്, നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ബസ്സിൽ സാധാരണ നിങ്ങൾക്ക് സീറ്റ് കിട്ടാറുണ്ട്. ഇന്ന് ബസ്സിൽ സീറ്റ് കാണുന്നില്ല. ഓ, there is no seat today, the bus is crowded. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. The weather, about the weather, എങ്ങനെ പറയാൻ പറ്റും? The weather is very hot today. ഇത്രയും പറഞ്ഞൂടെ? The weather is hot today. Oh, I forgot to take my umbrella. അല്ലെങ്കിൽ സാധാരണ ഞാൻ വെയിലുള്ളപ്പം കൊടയെടുക്കാറുണ്ട്. But today I forgot to take my umbrella. So these are the simple thinkings you can do. Listening practice, thinking practice ഒക്കെ ഉണ്ടെങ്കിൽ it will boost your ability to speak better English. Fluency, gradually you get fluency also. Gradually, it is not the speed. നമ്മൾ സംസാരിക്കുന്ന സ്പീഡിലല്ല കാര്യം. It is the flow of your speaking, the flow. ശരി, ഒരു എണ്ണ ഒഴിക്കുന്ന പോലുള്ള ഒരു ഫ്ലോയിൽ വേണം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ. There must be a continuity. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും there must be consistency. What do you mean? എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല് തിങ്സ് യു ഡു റിലീജിയസ്ലി. നമ്മൾ ഡെയിലി ചില കാര്യങ്ങൾ ചെയ്യാറില്ലേ, അത് ആരും പറയാണ്ട് നമ്മൾ ചെയ്യാറില്ലേ? വെദർ ഇറ്റ് ഈസ് പ്രേയർ, ഓർ വെദർ ഇറ്റ് ഈസ് ബ്രഷിംഗ്, ഓർ വെദർ ഇറ്റ് ഈസ് ടേക്കിംഗ് ബാത്ത്, ഓർ വെദർ ഇറ്റ് ഈസ് ഹാവിംഗ് എ ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെ നിങ്ങൾ റെഗുലറായി ചെയ്യുന്നില്ലേ? അതുപോലെ മേക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആസ് പാർട്ട് ഓഫ് യുവർ റൂട്ടീൻ. വെരി സിമ്പിൾ.